ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു അച്ഛനും അമ്മയും അടങ്ങുന്ന 2 കുഞ്ഞുങ്ങളടങ്ങുന്ന ഒരു കുടുംബം മണ്ണെണ്ണയിൽ കുളിച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു സംഭവം. ഞങ്ങളുടെ വീടെല്ലാം ജപ്തി ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. എല്ലാവരും ചോദിക്കാം, എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളുടെ അപേക്ഷിക്കുകയാണ് മാക്സിമം ഇവരെ സഹായിക്കണം. ഈ ആത്മഹത്യ ചെയ്യാൻ പോയ ആ ഒരു സെക്കൻഡിൽ വന്ന ഒരു ഫോൺ കോളാണ് ആ കുടുംബത്തെ രക്ഷിച്ചത്. ഇന്നും ആ കുടുംബം ജീവിച്ചിരിക്കുന്നെങ്കിൽ ആ ഒരു ഫോൺ കോൾ കൊണ്ട് മാത്രമാണ്. ആ ഫോൺ കോൾ ചെയ്തത് കരുനാഗപ്പള്ളിയുടെ പ്രിയപ്പെട്ട MLA CR മഹേഷാണ്. ഞാൻ കഥ പറയാം. കരുനാഗപ്പള്ളിയിലെ മുത്തുവും കുടുംബവും ഇപ്പം 2 കുഞ്ഞുങ്ങളടങ്ങുന്ന ഈ കുടുംബം വലിയ കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ സ്വകാര്യ ബാങ്കിൽ നിന്ന് ഏകദേശം 12 ലക്ഷം രൂപ കടമെടുക്കുന്നു. ഈ 12 ലക്ഷം രൂപ കോവിഡാനന്തരം ഒരുപാട് പലിശയായിട്ട് ഉയരുന്നു. ഇവർക്ക് അടക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ബുദ്ധിമുട്ടാവുന്നു. അപ്പോഴാണ് ഈ ബാങ്ക് ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ രോഗിയാണ് ഈ മുത്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. യാതൊരു നിവൃത്തിയില്ല ഇവർക്ക് ഈ പൈസ അടയ്ക്കാൻ. അപ്പോൾ ഈ ബാങ്കിൻ്റെ ഭീഷണി കാരണം, ബാങ്കിൻ്റെ നിരന്തരമല്ല ശല്യം കാരണം വേറെ എവിടെയും ഒരു കിടക്കാടമില്ലാത്ത സാഹചര്യത്തിൽ ഈ ബാങ്ക് ജപ്തി ചെയ്യാൻ വരുന്നു. ഈ കുടുംബം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു. ആത്മഹത്യ ചെയ്യാൻ ദേഹം മുഴുവനും മണ്ണെണ്ണ ഒഴിച്ച് 2 കുഞ്ഞുങ്ങളും ഈ ഭാര്യയും ഭർത്താവും നിൽക്കുമ്പോൾ അപ്പം ലാസ്റ്റ് നിമിഷമാണ്, അവസാനത്തെ 1 മിനിറ്റിൽ ഇവർ ലൈറ്റ് എടുത്ത് കത്തിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. നിങ്ങൾ അവിടെ നിൽക്കുക, നിങ്ങളൊന്നും ചെയ്യരുത്, ഞാൻ ദാ വരുന്നു, ഞാൻ നിങ്ങളെ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞ ആ ഫോൺ കോൾ ഒന്നുകൊണ്ട് മാത്രമാണ് ആ കുടുംബം രക്ഷപ്പെട്ടത്. നാട്ടുകാരെല്ലാം ഓടിക്കൂടി അപ്പോഴാണ് അറിയുന്നത് ഈ കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടെന്ന്. ഇപ്പോൾ കരുനാഗപ്പള്ളിയുടെ വളരെ പ്രിയപ്പെട്ട MLA CR മഹേഷ് വരുന്നു. അദ്ദേഹം ഈ കുടുംബത്തെ ഏറ്റെടുക്കുന്നു. എന്നെ വിളിക്കുന്നത് പെട്ടെന്ന് MLA ഓടി വന്നില്ലെങ്കിൽ ഒരു കുടുംബം ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞാൽ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഓടി ചെല്ലുമ്പം മണ്ണെണ്ണയ്ക്കകത്ത് കുളിച്ചിരിക്കുന്ന അപ്പോൾ നാട്ടുകാർ വെള്ളം കോരി ഒഴിച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളത്തിലിരിക്കുന്ന പോലെ വീണ 4 പേരാണ്. 2 കുഞ്ഞുങ്ങളും ഒരച്ഛനുമാണ്. അപ്പോൾ മണപ്പുറം ബാങ്കിൻ്റെ ഒരു നടപടിയുടെ ഭാഗമായിട്ട് കൂട്ടി താക്കോൽ കൊണ്ടുവച്ച് കോടതിയിൽ ഉത്തരവുണ്ട്. ഒരു ടാർപ്പ വലിച്ച് ആ ടാർപ്പയുടെ അടിയിൽ കട്ടിൽ ഇട്ട് കിടക്കുകയായിരുന്നു. മഴച്ചാറ്റലുണ്ടായിരുന്നു, അതുകൊണ്ട് ആ ടാർപ്പ കെട്ടി. അപ്പോൾ ഈ നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ നേരത്താണ് ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. മണ്ണെണ്ണ ഒഴിച്ച് ഗ്യാസ് തുറന്നു. അപ്പോൾ ഗ്യാസിൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് തൊട്ടടുത്തടുത്ത വീടുകളാണ്. ആ വീട്ടുകാരും മണം കിട്ടിയാണ് എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു അവർ വിളിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മുടെ അവിടുത്തെ അന്നത്തെ നഗരസഭാ കൗൺസിലർ അൻസർക്കായാണ് പഴയ ഇവിടുത്തെ ചെയർമാൻ. അൻസർക്കായും എല്ലാവരും ബന്ധപ്പെട്ട് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ 1 ലക്ഷം ആളുണ്ട്. പിന്നെ അവരെ എനിക്ക് അവിടെ ഉപേക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എൻ്റെ വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോയതാണ്. ഏറ്റെടുത്ത ഈ കുടുംബത്തെയും കൊണ്ട് എവിടെ പോകുമെന്നുള്ള ആശങ്കയിൽ അദ്ദേഹം പകച്ചു നിന്നപ്പോഴാണ് ഓച്ചിറ സത്രത്തിൽ, ഇപ്പോൾ ഒരുപാട് പാവങ്ങളെയും രോഗികളെയും പാർപ്പിക്കുന്ന ഓച്ചിറ സത്രത്തിൽ കൊണ്ടുവന്ന് ഈ കുടുംബത്തെ പാർപ്പിക്കുന്നത്. 10ാം ക്ലാസ്സിൽ 10 A+ മേടിച്ച ഒരു മോൻ അടങ്ങുന്ന കുടുംബമാണ്. അവിടെ പാർപ്പിക്കുന്നു. ഏകദേശം 6 മാസത്തോളം ഈ കുടുംബം അവിടെ താമസിച്ചു. ഒരുപാട് ചലഞ്ചുകളിലൂടെയും ഒരുപാട് പ്രോഗ്രാമുകളിലൂടെയും ആദ്യ കാലഘട്ടത്തിൽ ഇവർക്ക് വേണ്ടി 2-3 വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്ങും പരിസമാപ്തിയായിട്ട് എത്താത്തൊരു സാഹചര്യത്തിലും പിന്നീട് 3.5 ലക്ഷം രൂപ ഈ ഉണ്ണിയപ്പ ചലഞ്ചിലൂടെ നേടിയ പിന്നെയും ബാക്കി ഏകദേശം 8-9 ലക്ഷം രൂപ അവിടെ അടയ്ക്കാൻ ദൈനംദിനം ഓരോ ദിവസം കൂടുമ്പോഴും ഇങ്ങനെ ബാങ്കിൻ്റെ പലിശ കൂടി വന്നു. യാതൊരു നിവൃത്തിയുമില്ലാത്ത അവസാന സാഹചര്യത്തിൽ തൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ഏറ്റെടുത്ത കുടുംബത്തെ രക്ഷിക്കണം എന്നുള്ള ഒറ്റ നിശ്ചയദാർഢ്യം കൊണ്ട് ബഹുമാനപ്പെട്ട CR മഹേഷ് MLA അദ്ദേഹം ഈ പൈസ മുഴുവനും ഇന്ന് ആ ബാങ്കിലടച്ച് അവർക്ക് ആ താക്കോല് തിരികെ വാങ്ങിക്കൊടുത്ത് ആ വീട്ടിലേക്ക് കൊണ്ടുപോയ വളരെ സന്തോഷകരമായ ഒരു കാഴ്ച. ഇനി ആത്മഹത്യക്ക് ശ്രമിക്കുമോ? 8,62,000 രൂപ ക്ലോസ് ഇന്ന് ഈ വീട്ടിൽ തുറന്നു കൊടുക്കുക. ഇപ്പൊ ചേച്ചി ഇത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണു പറയുന്നു. എന്താ ഒരുപാട് സന്തോഷം. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല സാർ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തോന്നേ വരത്തുള്ളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സാറാ വന്ന് നമ്മൾ ഇത്രയും സംരക്ഷിച്ച് നമുക്ക് ഈ വീട്ടിൽ കയറാൻ പറ്റിയില്ലേ. സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ എൻ്റെ ഇപ്പോഴും ഉണ്ട്, വീഡിയോ ഉണ്ട്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് ചേട്ടനാന്ന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ജോലിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, ഈ ലോണും എല്ലാം കൂടെ അപ്പം മൊത്തത്തിൽ തകർന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാൻ നിന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം വന്നിട്ട് ഇത് ഏറ്റെടുക്കുക. ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോഴും ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം യഥാർത്ഥത്തിൽ അന്ന് സുഹേലുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ട് വന്നതല്ല, സുഹേൽ ഈ അപകടാവസ്ഥ വരുന്നതിന് ഫയർഫോഴ്സൊക്കെ വന്നല്ലോ, അങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് പൊളിറ്റിക്സ് ഒന്നുമില്ല. എനിക്ക് വ്യക്തിപരമായി യാതൊരു രാഷ്ട്രീയവുമില്ല. പക്ഷേ നന്മ ആര് ചെയ്താലും നമ്മൾ വിളിച്ചു പറയണം, നന്മ ആര് ചെയ്താലും നമ്മൾ അംഗീകരിക്കുകയും
ക്ലാപ്പ് ചെയ്യുകയും വേണം. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ടാവട്ടെ എന്ന് വീണ്ടും ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട CR മഹേഷ് MLAക്ക് ഒരുപാട് സല്യൂട്ട്.